സുഹൃത്തുക്കളെ, നമ്മുടെ ലോകം പങ്ക്തിയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ പങ്ക്തിയിലും പെന്തക്കോസ്താ സമൂഹ സഭയായിട്ട് രൂപാന്തരപ്പെട്ടതിൻ്റെ നന്മ നമ്മൾ പറയുകയുണ്ടായി. സഭയായിട്ട് അംഗീകരിക്കപ്പെട്ടതിൻ്റെ അതൊരു നല്ല കാര്യമാണെന്ന കാര്യം നമ്മൾ പറയുകയുണ്ടായി. പക്ഷേ അതൊക്കെ ഒരുമാതിരി രാഷ്ട്രീയ മുതലെടുപ്പിനാണ് എന്ന രീതിയിൽ പോയാലേ ഈ പറഞ്ഞതുപോലെ വ്യവസ്ഥാപിത മറ്റ് സഭകൾ കൂടെ അതേ അപകടം തന്നെ ഇതിനും വരാം. പിന്നെ നേതൃത്വ വടംവലിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ ഉണ്ട് എങ്കിൽ പോലും അതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള നേതൃത്വത്തെ ആശ്രയിച്ചിരിക്കും. പിന്നെ അതിൻ്റെ വ്യതിരിക്തത എടുത്ത് പറയാനാണ് ഇന്ന് ആവശ്യപ്പെട്ടത്. അതിൻ്റെ വ്യക്തത വേണമെന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞു വന്നതാണ്, പെന്തക്കോസ്താ സഭകൾ അവർ കൂടുതലായിട്ടും വൈയക്തിക അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആക്ട് ഓഫ് ഫെയ്ത്ത് എന്ന് പറയാൻ ഇടയായത്. ആ വൈയക്തിക അനുഭവത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പശ്ചാത്തലമില്ലെങ്കിൽ, അടിത്തറയില്ല എങ്കിൽ സബ്ജക്റ്റിവിസത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണല്ലോ ഓരോരുത്തരുടെയും കാഴ്ചപ്പാടനുസരിച്ച് വ്യത്യസ്തമായ അന്ന് സെക്റ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ ഒക്കെയുള്ള കൂട്ടായ്മ രൂപപ്പെട്ടു വരുന്നു. എന്നിട്ട് ആരും പറഞ്ഞാൽ അനുസരിക്കത്തില്ലാത്ത രീതിയിലേക്ക് ഓരോരുത്തരും ഓരോ രീതിയിൽ തിരിഞ്ഞു പോകുന്നത് കൊണ്ടാണ് സബ്ജക്റ്റിവിസമാണ്. അതൊരപകടമാണ്. ഫിലോസഫി പഠിച്ചിട്ടുള്ളവർക്കറിയാം സബ്ജക്റ്റിവിസം എന്നാന്ന് വലിയ അപകടം പിടിച്ച ഒരിടപാടാണ്. പിന്നെ ആരും അനുസരിക്കുക, ആരും പറഞ്ഞാൽ കേൾക്കുകയില്ല, ഞാൻ പറയുന്നത് ശരി, ഞാൻ പറയുന്നത് അപ്പുറത്തോടൊന്നുമില്ല, അത് മട്ടിലേക്ക് അങ്ങ് പോകും. അതേസമയത്ത് നിയന്ത്രണം ചെലുത്താനായിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഡൊഗ്മ എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, ദ ഫോം ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ നിയന്ത്രണം ചെലുത്തും. അത് രണ്ടും കൂടെ ചേർന്നതാണ് യഥാർത്ഥത്തിലുള്ള സഭയുടെ അടിത്തറ എന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു. രണ്ടും കൂടെ ചേർന്നതാണ്, ഒന്നിനെയും തഴയാൻ പറ്റില്ല. പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുന്നില്ല എങ്കിൽ ഡ്രൈ ആയിട്ട് പോകും. വെറുതെ നമ്മൾ കുറേ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കേണ്ട കാര്യമൊന്നുമില്ല. യു മസ്റ്റ് ഹാവ് ആൻ എക്സ്പീരിയൻസ്. അത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതേസമയത്ത് അതിൻ്റെ അനുഷ്ഠാനങ്ങൾ മാത്രമേ ഉള്ളൂ, പേഴ്സണൽ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ അത് വാസ്തവത്തിൽ ഉണക്കിടപാടായിട്ട് പോകും, അവരുടെ ജീവനില്ലാണ്ട് പോകും. അപ്പം അതുകൊണ്ട് രണ്ടും കൂടി ചേർന്ന് പോകുന്നതിൻ്റെ അത്യാവശ്യമായ കാര്യമാണ്. ഇവിടെ നമ്മൾ ധരിക്കേണ്ട ഒരു സംഗതി, അപ്പസ്തോലിക കാലം തൊട്ട് തിരിഞ്ഞു നോക്കി അവിടെ അവസാനത്തിലാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നത്. സഭയുടെ രൂപീകരണം സമയമെടുത്താണ് വന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പസ്തോലന്മാരാദ്യം വേറെ സഭയൊന്നും സ്ഥാപിച്ചില്ല. അവർ നേരെ പോയി ജെറുസലേം ദേവാലയത്തിൽ ചെന്ന് നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്ന യേശു മിശിഹായായിരുന്നു എന്ന് പറയുന്നത് ദൈവത്തിനാണെന്നുള്ള പിന്നീട് പറഞ്ഞേ. മിശിഹായാകുന്നതിനകത്ത് ദൈവത്തിന് ഉണ്ട്. അപ്പോൾ ആരാ മിശിഹായെ പ്രതീക്ഷിക്കുന്നത്? ജനമാത് മിശിഹാരാന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത്. അത് റോമൻ സാമ്രാട്ടിനെ അതിജീവിക്കുന്ന സമ്രാട്ട് ദാവീദിൻ്റെ ആ നിരയിൽ വരാൻ പോകുന്ന രാജാവ്, അങ്ങനെയുള്ള ആളെ കാത്തിരിക്കുമ്പോഴാണ് ഇവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട് പരിഹാസ്യനായി, സ്വയം രക്ഷിക്കാൻ കഴിവില്ലാതെ, തന്നെ രക്ഷിക്കാൻ കഴിവില്ലാതെ, എന്താ പറഞ്ഞാൽ വലത്തുനിന്ന് കള്ളം, നീ നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റും കഴിവില്ലാതെ പോയ ആൾ മിശിഹ എന്ന് പറഞ്ഞ ആ പാടെ, എന്നിട്ട് കുരിശിൽ മരിക്കപ്പെട്ടു. അത് ശപിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഡെയൂട്രോണമി പറഞ്ഞ് നിയമാവർത്തന പുസ്തകത്തിൽ 20-21 വാക്യത്തിൽ പറഞ്ഞ് കുരിശിൽ തറയ്ക്കപ്പെട്ട് ശപിക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ മിശിഹ എന്ന് പറയാൻ എങ്ങനെ അംഗീകരിക്കും? ഒരു മനുഷ്യൻ്റെ സാമാന്യ വിട്ടു ചേരുന്ന കാര്യമാണോ? അതുകൊണ്ടല്ലേ പൗലോസ്ലിയ പറഞ്ഞത് അത് റോമാക്കാർക്ക് അവർക്ക് പോഷത്വം, അതുതന്നെ ഈ പറയുന്ന യഹൂദർക്ക് ഇടർച്ചയുമായി കുരിശ് എന്ന് പറയാൻ കാരണം അത് തന്നെയാണ്. അങ്ങനെ വന്നപ്പോഴാണ് അവിടെ അതിൻ്റെ ആ പ്രോബ്ലം വീണ്ടും നിസ്സാര പ്രോബ്ലം ഒന്നുമില്ല, ഭയങ്കര ടെൻസ് പ്രോബ്ലമാണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പസ്തോലിനെ കർത്താവ് വിളിച്ചത്. അപ്പസ്തോലൻ വന്ന് വളരെ ഭംഗിയായ രീതി അങ്ങ് വ്യാഖ്യാനിച്ചു കൊടുത്തു. എങ്ങനെ വ്യാഖ്യാനിച്ച്? ഏഷ്യായ പുസ്തകത്തിൻ്റെ സഹനദാസനെക്കുറിച്ച് 52-53 പറഞ്ഞ ഭാഗങ്ങൾ എടുത്തങ്ങ് വെച്ചു, എന്നിട്ടങ്ങ് വിശദീകരിച്ചു കൊടുത്തു. എന്നാ പറയുന്നത്? കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കൊലക്കളത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട് അവരൊന്നും ഉരിയാടിയില്ല. നമ്മുടെ പാപങ്ങളാണ് വഹിച്ചത്, നമ്മുടെ രോഗങ്ങളാണ് ചുമന്നത്. അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി, പാപപരിഹാരം ബലിയായവൻ തന്നെ നൽകിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പഠിപ്പിച്ചു. ഇതാണ് നടന്നത്, ഇതാണ് കാൽവരിയിൽ നടന്നത്. പാളിയുടെ കണ്ണു തുറന്നു, അയ്യോ അതങ്ങനെയായിരുന്നല്ലോ എന്ന് മനസ്സിലായി. അപ്പം അതുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായി. അങ്ങനെ സാവധാനത്തിലാണ് വളർന്നു വന്നിരുന്നത്. പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് കർത്താവ് മിശിഹ ആണെന്നുള്ള കാര്യം പിന്നീട് ജീസസ് ക്രൈസ്റ്റ്, ആ മിശിഹ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ജീസസ് ഈസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് 10 പ്രാവശ്യം പറഞ്ഞ് ജീസസ് ഈസ് ക്രൈസ്റ്റ്, ഈസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ജീസസ് ക്രൈസ്റ്റ് ആയിട്ട് പ്രോപ്പർ നൗണായിട്ട് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും മറ്റു കാര്യങ്ങൾ വ്യക്തമായിട്ട് കൊണ്ടുവന്നു. ഇപ്പോഴാണ് അതായത് അവരുടെ ഇടയിൽ കർത്താവ് പീഡനങ്ങൾ കാലമാണെന്ന് ഓർക്കണം. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ തലകുയും. ഇന്ന് നൈജീരിയയിലെ പോലെ തന്നെ ഇത്രയും ജനം 40% ക്രിസ്ത്യാനി ഉണ്ടായിട്ട് അവർ കൊയ്തുകൊണ്ടിരിക്കുക അവിടെ. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇറാനിലാണെങ്കിൽ പുറത്തിറങ്ങിയ ഉടനെ മതപ്പോലീസ് വന്ന് കഴുത്ത് കടിക്കും.
ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ. എന്നിട്ടും 20 ലക്ഷം പേരുള്ള അവിടെ ഉണ്ട്. പക്ഷേ അവർ പരസ്പരം തിരിച്ചറിയാൻ ഒരു മാർഗം, തിരിച്ചറിയാൻ മാർഗം ഇതായിരുന്നു ഫിഷ് എന്ന് പറഞ്ഞ ഗ്രീക്ക് ഭാഷ ഇക്തൂസ് എന്നാണ്. ഇക്തൂസ് എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ ഓരോ അക്ഷരം എടുത്താൽ കൃത്യമായിട്ട് യേശുസ് ക്രിസ്തുസ് ഹിയോ തെയോസ് തൊത്തേർ എന്ന് പറയും. ജീസസ് ക്രൈസ്റ്റ് ഈസ് സൺ ഓഫ് ഗോഡ് ആൻഡ് സേവിയർ എന്ന് ഗ്രീക്കിൽ എഴുതി വെച്ചാൽ ആ ഗ്രീക്ക് വാക്യത്തിൻ്റെ ആദ്യത്തെ ആ വാക്കുകൾ ഓരോ അക്ഷരം എടുത്ത് കൂട്ടിച്ചേർത്താൽ ഇക്തൂസ് എന്ന് പറയും. ഇക്തൂസ് എന്ന് പറഞ്ഞാൽ ഫിഷ് എന്നർത്ഥം. അപ്പോൾ ആ ഫിഷിൻ്റെ പടം ഒരു വ്യക്തിയെ കണ്ട ഉടനെ ധാരണ അത് ക്രൈസ്തവ ഭവനമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് സൺ ഓഫ് ഗോഡ് ആൻഡ് സേവിയർ. അവർ വളരെ കറക്റ്റായിട്ട് ഇങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നത് ആ ഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ എന്തോ ഭയങ്കര പീഡനം. കൊളോസിയത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. കൊളോസിയം അവിടേക്ക് എന്തായാലും ക്രിസ്ത്യാനി എന്ന് പറയുന്നതിനെ മുഴുവൻ പിടിച്ചുകൊണ്ടിട്ടാണ്. പക്ഷേ അവർക്കൊരു ഈ റോമാക്കാർക്ക് പൂച്ചയെ സ്നേഹമാണ് ഇപ്പോഴുണ്ട്. പൂച്ച എന്ന് പറയുന്നത് എങ്ങനെ സ്നേഹമാണ്. പക്ഷേ ഭൂതത്തെ പേടിയാണ്. ഭൂതബാധ എവിടെയൊക്കെ ഉണ്ടെന്ന് പറയാൻ അവർ അങ്ങോട്ട് എടുക്കില്ല. അപ്പം അങ്ങനെ പ്രദേശം ഉണ്ടായിരുന്നു. ഭൂതബാധ ഉണ്ടെന്ന് ധരിച്ചിരുന്നു നമ്മൾ. ക്രിസ്ത്യാനിക്ക് എവിടെ ഭൂതബാധയെ പേടിക്കേണ്ടി ഒന്നും കാര്യമില്ല. കർത്താവ് കൂടിയുള്ളപ്പം ഇവർ പട്ടാളം പോലും മരിയില്ലാത്ത സ്ഥലം അവിടെ നോക്കിയിട്ട് അവിടെ കുഴിച്ച് ഭയങ്കരമായ ഗുഹയുണ്ടാക്കി അതിനകത്ത് താമസിച്ചതിൻ്റെ പേരാണ് കാറ്റക്കോമ്പുകൾ എന്ന് പറയും. കാറ്റക്കോം റോം സന്ദർശിക്കുന്നത് അവശ്യം കണ്ടിരിക്കേണ്ട സ്ഥലമാണ് കാറ്റക്കോമ്പുകൾ. 1947 ശേഷം അന്ന് കണ്ടെത്തിയ സർക്കാർ അത് കുഴിച്ച് ചെന്നപ്പോഴാണ് എത്ര കിലോമീറ്ററുകൾ 10, 60, 70, 80 കിലോമീറ്ററുകൾ നീളത്തിലുള്ള വലിയ ഗുഹ. ബങ്കർ എന്നിപ്പോൾ നമ്മൾ പറയില്ല. ഈ ഇറാൻകാർ മുഴുവൻ ബങ്കർ ഉണ്ടാക്കിയിരിക്കുന്നു പറഞ്ഞ പോലെ അന്നത്തെ ക്രിസ്ത്യാനികൾ അത് കുഴിച്ച് അടിയെ ബങ്കർ ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര ഗുഹകൾ ഉണ്ടാക്കിയിരുന്നു. ഒന്ന് അവിടെ ചെന്നാൽ സെൻറ്റ് സെബാസ്റ്റ്യൻ കാറ്റക്കോം എന്നൊക്കെ പറഞ്ഞ് കാറ്റക്കോം വെച്ചിരിക്കുകയാണ്. കപ്പൂച്ചിൻ ഫാദേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അത്രയ്ക്ക് ഭയങ്കരമായ പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടങ്ങളായിരുന്നു ഒന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്രോത്ത് എന്ന് പറയുന്ന സാവധാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഡോഗ്മാറ്റിക് ഗ്രോത്തും സാവധാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് യേശു ക്രിസ്തു ഈശോ മിശിഹായാകുന്നു എന്ന് പറയുന്നതാണ് ആദ്യത്തെ ഫസ്റ്റ് കെരിഗ്മ, ആദ്യത്തെ പ്രഘോഷണ വിഷയം. അത് അംഗീകരിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പക്ഷേ അംഗീകരിക്കാൻ ബുദ്ധിമുട്ട്, അംഗീകരിക്കില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ട് വളരാൻ തുടങ്ങിയത് എപ്പോഴാണ്? ആളുകൾ കൂടുതൽ സഭയിലേക്ക് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മാമോസം നോക്കണ്ടേ, മാമോസം വേദാളം പഠിപ്പിക്കണ്ടേ, അപ്പോൾ സത്യം പഠിപ്പിക്കണ്ടേ. അപ്പോഴാണ് സാവധാനത്തിൽ വിശ്വാസ സത്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. കൊറിന്തോസുകാർക്ക് 2-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം മുതലേ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവും എന്ന് പറഞ്ഞാൽ ത്രിത്വയ്ക്ക് ട്രിനിറ്റേറിയൻ ഫോർമുല ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അതാണ് രൂപപ്പെട്ടു വരുന്നത്. ഇപ്പം നമ്മൾ പഠിക്കാൻ മനസ്സിലാക്കി നോക്കണം സഭ എങ്ങനെയാണ് വളർന്നു വന്നതെന്ന് മനസ്സിലാക്കും. പൊടുന്നതിനെ അങ്ങോട്ട് പെട്ടെന്ന് ഈ ഗ്രന്ഥം തന്നെ പെട്ടെന്ന് അങ്ങ് എഴുതി വെക്കുക എല്ലാവരും ചെയ്ത്. ഓരോ സ്ഥലത്തും സഭയുണ്ടായപ്പോൾ സഭയ്ക്ക് ആവശ്യം നിർദ്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത്. ആ ലേഖനങ്ങൾ എഴുതിയ പോലെ തന്നെയാണ് സുവിശേഷങ്ങൾ എഴുതിയത്. സുവിശേഷങ്ങൾ എഴുതാൻ വേണ്ടി തന്നെ അവരെന്താ ലഭിച്ചിരുന്നത്? 4 പേരും 4 തരത്തിൽ 4 വിഭാഗങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ 4 തലങ്ങളിൽ നിന്ന് അവർ കണ്ടൻറ്റുകൾ കളക്ട് ചെയ്തു. കർത്താവിൻ്റെ കൂടെ നടന്നവർ മാത്രമൊന്നുമല്ല എഴുതിയത്. കർത്താവിൻ്റെ കൂടെ നടക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പൗലോസ്ലീഹായുടെ ശിഷ്യനാണ് ലൂക്കാസ് സുവിശേഷം എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ മറ്റേ ആൾക്കാരുണ്ട്, മത്തായി, അതുപോലെ മർക്കോസ്, യോഹന്നാൻ കൂടെ നടന്നിരുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ അതിനകത്തും കൺഫ്യൂസ് അവരാർക്ക് വേണ്ടിയിട്ട് എഴുതിയത്? യോഹന്നാൻ എഴുതി എഫേസ്യൂസിലെ പണ്ഡിതന്മാരെ ആൾക്ക് വേണ്ടിയിട്ട് എഴുതിയത് ഗ്രീസ്. കാരണം അദ്ദേഹം എഫേസ്യൂസുകാരനാണ്. അവിടെയായിരുന്നു പോയി താമസിച്ചത്, തുർക്കിയിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആ പാത്രം ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദിയിൽ വചനമുണ്ടായെന്ന്, വചനം ദൈവത്തിലൂടെ, ദൈവം തന്നെയായിരുന്നു, വചനം മാംസമായി വസിച്ചു. അതെന്താണ്? അത് ഫിലോസഫിയാണ്. അത് ഗ്രീക്ക് ഫിലോസഫിയുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കർത്താവ് സുവിശേഷം അവതരിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പണ്ഡിതന്മാർക്ക് വേണ്ടി, എഫേസ്യൂസിലെ പണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ട് എഴുതുക. ആ പ്രദേശത്ത് വരുന്ന ആൾക്കാർ, ആഥൻസൊക്കെ എത്രയാണ് വരുന്നത്? ഈ തുർക്കിയിലാണ് വരുന്നത്. ഈ എഫേസ്യൂസും കൊളോസ്യൂസൊക്കെ എവിടെയാണ് വരുന്നത്? അതേസമയത്ത് മർക്കോസ് എഴുതിയവർക്ക് വേണ്ടിയിട്ടാണ്. മർക്കോസ് എഴുതിയത് ആർക്കാണ്? മർക്കോസ് എഴുതിയത് റോമിലെ പീഡകൾ അനുഭവിക്കുന്ന യഹൂദരല്ലാത്ത ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്. യഹൂദേതര ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ അവരെ എങ്ങനെ പീഡിപ്പിക്കാൻ. നീറോ ചക്രവർത്തിയുടെ കാലമാണെന്ന് ഓർക്കണേ. സ്വയം പട്ടണം തീ കൊളുത്തിട്ട് ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യാനികൾ മുഴുവൻ എടുത്ത് ചുട്ട് കൊള്ളുകയായിരുന്നു ചെയ്തുകൊണ്ടിരും. അത് നോക്കി എന്തുമാത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് പൊതുജനത്തിന് സന്തോഷമുള്ള കാര്യം. കാരണം ഇവന്മാർ ഏതാണ്ട് വലിയ പ്രത്യേക വർഗ്ഗമാണ്, ശല്യമാണ്. അതുകൊണ്ട് ഇവരെ പിന്നെ ഒന്നാമതിലെ യഹൂദന്മാരുമായിട്ട് ഉടക്കാണ്. അതുകൊണ്ട് ഇവന്മാർ ഇവിടെ ഓടിക്കണമെന്ന് വിചാരിച്ച് ധരിക്കുന്ന ആൾക്കാർ ഭൂരിഭാഗം. അപ്പോൾ അങ്ങനെ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങിയപ്പോൾ നേരിട്ട് മർക്കോസ് പത്രോസ്ലിയുടെ ശിഷ്യൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആദ്യ സഭാ സമ്മേളനം നടന്നുകൊണ്ടിരുന്നത്. മേരി എന്ന് പറയുന്ന വിധവയുടെ മകനാണ്, ഭയങ്കര പണക്കാരി സ്ത്രീയാണ്. ആ മകനാണ് ഈ മർക്കോസ് എന്ന് പറയുന്ന ആൾ.
അപ്പോൾ അദ്ദേഹം പത്രോസിൻ്റെ അർത്ഥങ്ങളെ കേട്ട് 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 പഠിച്ചയാളാണ്. അതുകൊണ്ട് പത്രോസിൻ്റെ സുവിശേഷം മർക്കോസ് സുവിശേഷം പത്രോസിൻ്റെ ആണെന്ന് വേണമെങ്കിൽ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താ എഴുതിയത്? അദ്ദേഹം പ്രത്യേകിച്ച് കർത്താവിന് ജനനത്തെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല, അതിന് നേരെയില്ല. ഈശോ മിശിഹായുടെ ജനനത്തെക്കുറിച്ചോ ആ ആദ്യഘട്ടങ്ങളൊക്കെ മത്തായിയുടെയും ലൂക്കായുടെയും കാണുന്നുണ്ടല്ലോ, ഇൻഫൻസി നാറേറ്റ്, കർത്താവിന് ജനനത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നില്ല. അതായത് യോസേപ്പ് പിതാവിൻ്റെ കാര്യമോ ജനിച്ച കാര്യവും വേദനയിൽ പോയ കാര്യമോ അവിടുന്ന് ഇതൊന്നും പറയുന്നില്ല. ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിന് ആരംഭം എന്ന് പറഞ്ഞാണ് ഈശോ സുവിശേഷം തുടങ്ങുന്നത്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്? ദൈവപുത്രനായ ഈശോ മിശിഹായുടെ സുവിശേഷത്തിന് ആരംഭം എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് അങ്ങ് പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആരാ വിശ്വാസം ക്ഷയിച്ച് അത് ഉപേക്ഷിക്കാനായിട്ട് വെമ്പുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുക. ഒന്നും പേടിക്കേണ്ട, കാരണം ഇത് ദൈവത്തിൻ്റെ പുത്രനാണ്, നിങ്ങൾ ഇട്ടേച്ച് പോകുന്നു വേണ്ട, കർത്താവുണ്ടെന്ന് സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് എടുത്ത് പത്രോസിൻ്റെ ആ വലിയ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മധ്യഭാഗത്ത് ക്ലൈമാക്സിൽ നിൽക്കുന്ന സുവിശേഷമായത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാവുന്നു എന്ന് പറയുന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന മനോഹരമായ ആ സുവിശേഷം മർക്കോസിന് ആർക്ക് വേണ്ടി എഴുതി? റോമിലെ യഹൂദരല്ലാത്ത ക്രൈസ്തവർക്ക് വേണ്ടി എഴുതിയെന്നാണ് രണ്ടാമത്തെ സംഗതി. മറ്റേതാർക്ക് വേണ്ടി എഴുതിയേ? മത്തായി എഴുതിയ ആർക്ക് വേണ്ടിയില്ല? ഇവിടെ മുട്ടം ബഹളം ജെറുസലേമിൽ നടക്കുക. കാരണം പറഞ്ഞില്ലേ, പ്രസംഗിച്ചു. അതായത് നിങ്ങൾ കോച്ചി തറച്ചുകൊണ്ട് ദൈവ മിശിഹായാവെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ പല ബഹളം ഉണ്ടായി. അങ്ങനെ കുറേ പേരും കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ അവർ തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. അവർ തമ്മിൽ പ്രശ്നമുണ്ടായി. എന്ത് പ്രശ്നമുണ്ടായി? പൗലോസ്ലിയ പറഞ്ഞു വേണ്ട പരിച്ഛേദനമെന്ന് പറഞ്ഞു. പാപ്പടാലും മുട്ടം പ്രശ്നമായ നേരം. അപ്പോൾ യഹൂദൻ്റെ പാരമ്പര്യങ്ങൾ അതേപോലെ താല്പര്യപ്പെടണമെന്ന വിഭാഗമാണ് ഇവർ. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്? മത്തായി സുവിശേഷത്തിൽ എഴുതിയത് പൂർവന്മാരോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇത് മറ്റൊരു സുവിശേഷത്തിലുമില്ല, പൂർവന്മാരെന്ന് പറഞ്ഞാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മത്തായി സുവിശേഷത്തിലാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് കൂട്ടി ചെയ്തിരിക്കുന്നത്. അതാണ് അവർക്ക് വേണ്ടി എഴുതുക, ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് എഴുതുക. അങ്ങനെ എഴുതിക്കൊണ്ട് വന്നിട്ടുള്ള ആ സുവിശേഷത്തിൻ്റെ അവസാനമായിട്ട് തമ്മിൽ വലിയ മുട്ട പ്രശ്നമുണ്ടായി. അന്ന് കഥ അങ്ങ് തുറന്നില്ലേ, സഭയുടെ വാതിൽ തുറന്നിട്ട് പറഞ്ഞ ജനം ആവേശമൊക്കെ വന്നില്ലേ, ഇതാ രക്ഷയുടെ സുവിശേഷം കെട്ടുവന്ന് ആത്തട്ടത് ജനം ഞാവത്തോട്ട് കയറി വന്നു. വിജാതിരെല്ലാം കൂടെ വന്നു. ആ വിജാതിർ വന്നപ്പോൾ ആരാ ഇവിടെ ഇരിക്കുന്ന? യഹൂദന്മാർ, വരേണ്യ വിഭാഗക്കാർ. അവരാരെയും കൂട്ടുന്നവരൊന്നുമല്ല. ഇതുങ്ങൾ വന്നു കഴിഞ്ഞ് പറഞ്ഞ് എല്ലാത്തിനെയും ചേതാനം ചെയ്യണമെന്ന് പറഞ്ഞു. പൗലോസ്ലിയ പറഞ്ഞ് പറ്റിയില്ല. വിജാതിര അപ്പസ്തോലന, അതായത് നിയമം വഴി എല്ലാവൻ രക്ഷപ്പെടുന്ന വിശ്വാസത്തെ കൃപയാലാണ് രക്ഷ പ്രാപിക്കുന്നത്, അല്ലാതെ പ്രവൃത്തി വഴിയല്ല. ഇതൊരു പ്രവൃത്തി അജാതരാജൻ. അവർ ഹൃദയത്തിൽ ഛേദനം ചെയ്തില്ല, പരിച്ഛേദില്ല. അത് പാടില്ല എന്ന് പറയുമ്പോൾ ആരും അംഗീകരിച്ചില്ല. വട്ടം ബഹളം ഉണ്ടായി. പ്രശ്നമുണ്ടായി പിന്നെ ഇത് അപ്പോഴാണ് അവർ പറഞ്ഞു, പൗലോസ്ലിയ പറയുന്നത് ശരി നമുക്ക് ജെറുസലേമിലേക്ക് പോകാം. അവിടെ പോയി എന്താ ചെയ്ത്? സഭയുടെ നെടും തൂണുകളായ എന്ന് പറഞ്ഞിട്ടാണ് പത്രോസും യാക്കോബും യോഹന്നാൻ എന്ന് പറയും. അപ്പോൾ സഭയുടെ ശുശ്രൂഷയിൽ ഘടന കണ്ടില്ലേ? കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഘടനയുടെ വ്യത്യാസം കണ്ടോ? ശിഷ്യന്മാർ പല തരത്തിലുള്ളവരുണ്ടായിരുന്നു. വലിയ കൂട്ടം ശിഷ്യന്മാരുണ്ടായിരുന്നു. 70 ശിഷ്യന്മാരുണ്ട്. അതിലൊന്ന് 12 പേര് അപ്പസ്തോലന്മാരുണ്ടായിരുന്നു. 12 പേരിൽ 3 പേരെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് സെല്ലായിട്ട് കർത്താവ് കൊണ്ടു നടന്നിരുന്നു. പ്രധാന സമയങ്ങളിലൊക്കെ അവരെ കൊണ്ടുപോയി താപോർമായി രൂപാന്തരപ്പെടുന്നു. അവർ 3 പേരാണ്. ലാസ്റ്റിനെ ഉറപ്പിക്കാതെ അവർ 3 പേരെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരാളെ ഇങ്ങോട്ട് വിളിച്ചു, മുഴുവത്തിൻ്റെ പരമാധികാരിയായിട്ട്, ഒരാളിനെ വിളി നേതാവായിട്ട്. അപ്പം കണ്ടില്ലേ, കർത്താവ് സഭയുടെ ഘടന പൂർത്തിയാക്കിയിട്ടാണ് പോയിരുന്നു. ഹൈറാർക്കി. ഈശോ മിശിഹാ താൻ പുനരുത്ഥാനം ചെയ്ത് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ ലോകാവസാനം പോകേണ്ട തൻ്റെ സഭയുടെ ഘടനയെ അവിടെ രൂപീകരിച്ചിരുന്നു. ആ ഘടനയുടെ അപ്പനാണ്, നേതാവാണ് പത്രോസ് പറയാറ്. അതാണ് ഇന്ന് തുടർച്ചയായിട്ട് വരുന്ന മാർപ്പാപ്പായി വന്ന് എത്തി നിൽക്കുന്നത്. ഈ സത്യം നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് 2000 വർഷമായിട്ട് കത്തോലിക്ക സഭ നിൽക്കുന്ന ഇപ്പോൾ കേരളത്തിലാണെങ്കിലും പറയുന്നത് ഏറ്റവും വലിയ സഭ കത്തോലിക്ക സഭ എന്ന് പറയാൻ കാര്യം ലോകം മുഴുവൻ വിശ്വാസം ക്ഷയിക്കുകയും തളരുകയും വീണ്ടും ഉണരുകയും ഒക്കെ ചെയ്യും. എല്ലാ ഘട്ടങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെ വിശ്വാസത്തിനെതിരായ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടായില്ലേ മിഡിൽ ഈസ്റ്റിൽ? എന്തുമാത്രം സഭകളാണ് തകർന്നു പോയത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നില്ലേ? ഇറാഖ് ക്രൈസ്തവ രാജ്യമായിരുന്നില്ലേ? അതുപോലെ തുർക്കി രാജ്യമായിരുന്നില്ലേ? അതുപോലെ ലെബനോൻ ക്രൈസ്തവ രാജ്യമായിരുന്നില്ലേ? സിറിയ ക്രൈസ്തവ രാജ്യമായിരുന്നില്ലേ? ഇതെല്ലാം ഇന്ന് മാറിപ്പോയതിൻ്റെ കാര്യം എന്നാ? അത് വാളിൻ്റെ മുനയുടെ കീഴിലാണ് തകർക്കപ്പെട്ടത്. നമുക്ക് തന്നെ അറിയാവുന്ന. പക്ഷേ അവർ തിരിച്ചുവരവാൻ സാധ്യതയുണ്ട്. അതപ്പോൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒന്നിരിക്കേണ്ട ഒരു ഹൈറാർക്കി എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്നുള്ളത് അത് അത്യാവശ്യമായിട്ട് അംഗീകരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അത് ഭൗമികമായ നേതൃത്വമല്ല. മാർപ്പാപ്പയുടെ ഇലക്ഷൻ നടക്കുന്നത് കണ്ടില്ലേ? ഭൗമിക രീതിയിലാണോ? അത് വെളുത്ത പുക വരാൻ വേണ്ടി മനുഷ്യൻ കാത്തിരിക്കുക, ലക്ഷങ്ങൾ പോയി കാത്തിരിക്കുന്ന നിസ്സാര കാര്യമാണോ അത്? അപ്പോൾ അതൊക്കെ ഇന്ന് ആൾക്ക് അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പെൻറ്റെക്കോസ്റ്റൽ പ്രോട്ടസ്റ്റന്റ് സമൂഹങ്ങൾ അവർ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്, വി ഓൾസോ നീഡ് എ പോപ്പ് എന്ന്.
പ്രോട്ടസ്റ്റൻ്റ് തിയോളജിയൻസ് എഴുതിയിട്ടുള്ളതുണ്ട്. അതായത് വി ഓൾസോ നീഡ് എ പോപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് യൂണിഫൈ ചെയ്യാൻ കൊണ്ടുപോകുന്നൊരു പ്രധാനപ്പെട്ട ഘടകം ഇത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ പൗലോസ്ലിയാണെങ്കിൽ ജെറുസലേം കൗൺസിൽ പോയിട്ട് വളരെ കൃത്യമായിട്ട് പ്രസംഗിച്ചു. താൻ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഈ നെടുംതൂണുകളായ പ്രധാന വ്യക്തികളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പൗലോസ്ലിയ ഗലാത്യർക്കുള്ള ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് വിവരം വിശദീകരിച്ചിട്ടുണ്ട്. അവരെന്ത് ചെയ്തു? അവരുടെ അംഗീകാരത്തിന് വലത്തുക എനിക്ക് നീട്ടി തന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്, പ്രസംഗിക്കുന്നതൊന്നും തെറ്റില്ല, ഡോഗ്മ ഈസ് കറക്റ്റ്, പ്രൊസീഡ് എന്ന് പറഞ്ഞാൽ വിര്യാദികർക്ക് പരിചയത്തിന് ആവശ്യമില്ല. അതിൽ അവരൊന്നിച്ചു കൂടി അന്ന് സഭ കൂടി ആദ്യത്തെ സഭയുടെ ആദ്യത്തെ കൗൺസിലാണ് വിളിച്ചു കൂട്ടി ഒന്നിച്ചു ചേർന്ന് അവരിങ്ങ് തീരുമാനിച്ചു നോ നീഡ്, ആവശ്യമില്ലാത്ത ഭാരം വെച്ച് കെട്ടണ്ട എന്ന് പത്രോസ് എഴുന്നേറ്റങ്ങ് പ്രസംഗിച്ചു. അപ്പോൾ അത് എഴുതി എല്ലാ സഭകളെ അറിയിച്ചു. കൺക്ലൂഷൻ അറിയാം, ഒരു ഘടന രൂപപ്പെട്ട് വരുന്നത് കണ്ടില്ലേ? ഈ ഘടനയാണ് കത്തോലിക്കാ സഭയിലൊക്കെ തെളിഞ്ഞു നിൽക്കുന്നത്. ആരെല്ലാം എന്തെല്ലാം ആക്ഷേപിച്ചാലും ശരി, എന്തെല്ലാം കുറ്റപ്പെടുത്തിയാലും ശരി, ഈ ഘടന നിൽക്കുന്നത് കൊണ്ടാണിത് ലോകാവസാനം വരെ പൊയ്ക്കൊണ്ടിരിക്കും. കുറവുകൾ മാനുഷികമായിട്ട് ധാരാളം ഉണ്ടാകും, അതിന് സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു പ്രത്യേകമായ സംഗതി, അത് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവപുത്രനാണ് ഈശോ, ദൈവത്തിനാണ് ഈശോ മിശിഹാ സുവിശേഷത്തിന് ആരംഭം എന്ന് പറഞ്ഞില്ലേ? ഏത് സുവിശേഷത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? മർക്കോസിൻ്റെ. മത്തായിയുടെ സുവിശേഷം അങ്ങനെ. ലൂക്കായുടെ സുവിശേഷമോ? ലൂക്ക ആർക്ക് വേണ്ടി എഴുതി? വിജാതിയർക്ക് വേണ്ടി എഴുതി. പൗലോസ്ലിയുടെ ശിഷ്യനായ ലൂക്ക എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഒരു വൈദ്യനാണ്, ഡോക്ടറാണ്. അതുപോലെ തന്നെ ഭാഷയും മുഴുവൻ പറയുന്ന മെഡിക്കൽ ടേംസ് കടന്നു വരുന്ന കാണാൻ പോലെ. അതായത് പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് പനിയായിരുന്നു എന്ന് മർക്കോസ് പറയുമ്പം ലൂക്കാ സുവിശേഷം പറയും പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് കലശലായ പനിയായിരുന്നു. കണ്ടോ വൈദ്യന്മാർ സ്വഭാവം കണ്ടോ? അപ്പോൾ അത് ആർക്ക് വേണ്ടി എഴുതി? ഇവർക്ക് വേണ്ടി, വിജാതിയർക്ക് വേണ്ടി എഴുതി. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വിജാതിയരെ ഏതെങ്കിലും പരാമർശിക്കുന്ന അവരുണ്ടെങ്കിൽ, അവരെ കൊച്ചാക്കുന്നുണ്ടെങ്കിൽ അവർ എഴുതിയില്ല, അത് വിട്ടുകളഞ്ഞു. അതായത് കാനാങ്കാരി സ്ത്രീയോട് പറഞ്ഞില്ലേ മക്കൾക്കുള്ള അപ്പോൾ ഇത് പട്ടിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് വിട്ടുകളഞ്ഞു. അതേസമയത്ത് സമറിയാക്കാരൻ്റെ സംഭവം വേറെ ഒരു സുവിശേഷത്തിലുമില്ല. അതാരാണ്? വിജാതീയനാണ് സമറിയാക്കാരൻ. മുടിയനായ പുത്രൻ്റെ സംഭവം വേറെ സുവിശേഷത്തില്ല, അത് ഈ ലൂക്കാ സുവിശേഷത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടി സുവിശേഷമാണ് ലൂക്കായുടേത്. അപ്പോൾ തന്നെ താഴ്ത്തിക്കെട്ടപ്പെട്ട വിഭാഗമാണ് സ്ത്രീകൾ, അവർക്ക് വേണ്ടി സുവിശേഷമാണ്. മത്താൻ മറിയം പെരിക്കോപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുക. മത്താ മറിയം കർത്താവ് വേദനയ്ക്ക് സന്ദർശിച്ചവരൊക്കെ അത് ലൂക്കായിലാണുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ മഹത്വത്തെ ഉയർത്തി കാണിക്കുന്ന ആളാണ് ഈ പറയുന്ന ലൂക്കാ സുവിശേഷം എന്ന് പറയുന്ന ആൾ. കർത്താവിൻ്റെ എല്ലാ മാതാവിനും ആജ്ഞാപിക്കാത്തൊക്കെ വളർത്തുന്നത് അതിനകത്താണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ സാവധാനത്തിലാണ് രൂപപ്പെട്ട് വരുന്നത്. അതുപോലെ ഇത് ക്രമീകൃതമായിട്ട് പോകുന്ന ഓരോ സമൂഹത്തിന് ആവശ്യമുള്ളത് അതനുസരിച്ചാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടതുകൊണ്ട്. സുവിശേഷം ഒന്നേ ഉള്ളൂ, പക്ഷേ സുവിശേഷങ്ങൾ 4 ഉണ്ട്. അതുകൊണ്ട് യൂണിറ്റി ഇൻ മൾട്ടിപ്ലിസിറ്റി. ഇതുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയതിന് വേണ്ടിയിട്ട് ഓരോ സഭയ്ക്കും വേണ്ടിയിട്ട് അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അപ്പസ്തോലൻ എഴുതിയതാണത്. മുഴുവൻ അജപാലക ലേഖനങ്ങളാണ്. കൊറിന്തോസ് സഭയിൽ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു, അത് പരിഹരിക്കാൻ വേണ്ടി എഴുതിയാണ്. കൊറിന്തോസ് 1, 2 4 ലേഖനങ്ങൾ എഴുതി കൊറിന്തോസുകാർക്ക്, 2 നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മറ്റ് ലേഖനങ്ങൾക്ക് എന്താണ്? അപ്പസ്തോലൻ വളരെ ശാന്തമായി പ്ലാൻ ചെയ്തിരുന്ന ലേഖനം തിയററ്റിക്കലായിട്ട് ഡോഗ്മാറ്റിക്കായിട്ടുള്ള ലേഖനം എന്ന് പറയുന്നത് റോമാക്കാർക്ക് ലേഖനമാണ്. അത് റോമിന് അല്ലെങ്കിൽ സ്പെയിനിൽ പോകുന്നതിന് മുമ്പ് തന്നെ റോമാക്ക് ഇറങ്ങുമ്പോൾ അവരോട് പറയണമെന്ന് വിചാരിച്ചു പ്ലാൻ ചെയ്തെന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കൃത്യമായിട്ട് വിശ്വാസസത്യങ്ങൾ ആവിഷ്കരിക്കുന്ന സുന്ദരമായ ലേഖനമാണ് റോമാക്കാർക്ക് ലേഖനം. മറ്റെല്ലാ ലേഖനങ്ങൾക്കും അതിൻ്റെതായ പശ്ചാത്തലമുണ്ട്. ആദ്യം എഴുതിയ ലേഖനം തെസ്സലോനിക്കാർക്ക് ലേഖനം 49 ഏറ്റവും ആദ്യത്തെ ലേഖനം അതാണ്. അതുപോലെ കൊളോസ്യാക്കാർ ലേഖനം, അവരുടെ പ്രശ്നമുണ്ടായിരുന്നു. അവർ ഈ പറഞ്ഞ അരൂപികൾക്ക് വിശ്വസിക്കുന്ന ആൾക്കാരായിരുന്നു. അവിടെയാണ് കർത്താവിൻ്റെ യുണീക്നെസ് എന്ന് പറയുന്നത്. ഒരേ ഒരു അവനിലും എല്ലാം സൃഷ്ടിക്കപ്പെട്ട അവനിലും അവനിലൂടെയും അവന് വേണ്ടിയുമാകുന്നു എന്ന് പറയാൻ സഭയാവുന്ന ശരീരത്തിന് ശിരസാണെന്ന് പറഞ്ഞാൽ കൊളോസ്യാക്കാർ ലേഖനത്തിലാണ്. എഫേസോസ് ലേഖനമാണെങ്കിൽ 7 സഭകൾക്ക് എഴുതിയ എഫേസോസുകളുടെ തലവനാണ്. എഫേസോസുകാർ അവിടുത്തെ സഭകളുടെയൊക്കെ ഞാൻ പറയാം 7 സഭകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഭ എഫേസോസാണ്. അപ്പോൾ അതുകൊണ്ട് ആ സഭയ്ക്ക് എഴുതുമ്പോൾ എല്ലാവർക്കും വേണ്ടി എന്ന പോലെ എഴുതുന്നത്, പ്രത്യേക സഭയ്ക്ക് വേണ്ടിയില്ല. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് പറയുന്ന അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും അടിത്തറയുമാണ് പണിയപ്പെട്ടിരിക്കുന്ന മൂലക്കല്ല് ഈശോ മിശിഹാ. അപ്പോൾ പൗലോസ്ലിയ ഓരോ ലേഖനം ഓരോരുത്തർക്ക് എഴുതുമ്പോൾ അതിൻ്റെ ജപാലന ലേഖനം കൊണ്ട് തീത്തോസിന് ലേഖനം എഴുതി, തിമോത്തിക്ക് എഴുതി, മെത്രാന്മാർക്കുള്ള പരിശീലനം കൊടുക്കുക അതിനകത്തൂടെ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ലേഖനങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കുമ്പോഴാണ് ഇത് ഒറ്റ ദിവസങ്ങൾ രൂപീകരിക്കപ്പെട്ട് വന്നതല്ല, കാലക്രമേണ സാവധാനം രൂപപ്പെട്ട് വന്നതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയും അതൊക്കെ വളരെ കൃത്യമായിട്ട് അധികാരമുള്ള ഒരു സഭാസമൂഹത്തിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാനനൊക്കെ ഫിക്സ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ദൈവനിവേശനമായത്, ഏതൊക്കെ ദൈവം അല്ലാത്തതാണ് സഭ നിശ്ചയിക്കാൻ കാരണം. അപ്പോൾ ഇങ്ങനെയുള്ള ഘടകങ്ങളുണ്ട് കത്തോലിക്കാ സഭയിൽ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളുടെ കാര്യം അംഗീകരിച്ച് കിട്ടുമ്പോഴാണ് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് വൈയക്തിക അനുഭവം ചെയ്യുമ്പോഴാണ് സഭ അതിൻ്റെ പൂർണ്ണതയിൽ ആവിഷ്കരിക്കപ്പെടാൻ സാധിക്കുക. താങ്ക് യു വെരി മച്ച്.
ബാക്കി അടുത്ത പ്രാവശ്യം പറയുന്നതാണ്.